ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് നമ്മുടെ കൊറിയൻ ലാലേട്ടൻ ഡോൺലി കേന്ദ്ര കഥാപാത്രമായി എത്തിയ പുതിയ ആക്ഷൻ ത്രില്ലർ. ഇന്ന് ഈ സിനിമയെക്കുറിച്ച് ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആണ് സിനിമ കാണിക്കുന്നത്. അതായത് ഒരു വലിയ ദുരന്തത്തിന് ശേഷം ലോകം മുഴുവൻ നശിച്ചു കഴിഞ്ഞ് അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ലോകം. ബാഡ് ലാൻഡ് എന്നാണ് അവിടം അറിയപ്പെടുന്നത്. ഡോൺലി അവതരിപ്പിക്കുന്ന നംസാൻ എന്ന കഥാപാത്രവും കൂടെയുള്ള ചോയ് എന്ന പയ്യനും ചേർന്ന് അവിടെയുള്ള സർവൈവേഴ്സിന് അത്യാവശ്യം വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു സംഘം അവിടെ എത്തുന്നു, ഒരു പെൺകുട്ടിയെ തേടി. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒരു ഗോർ, വയലന്റ്, ബ്ലഡി, ബ്രൂട്ടൽ ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പറ്റുന്ന ചിത്രമാണ് ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ്. സോ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇതിന്റെ കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്. കിടു എന്ന് പറഞ്ഞാൽ കിക്കിടു. വെൽ കൊറിയോഗ്രാഫ്ഡ് ആക്ഷൻ സീൻസ് എന്ന് തന്നെ പറയാം. ഒരു ഗെയിം ഒക്കെ കളിക്കുന്നത് പോലെ കണ്ടിങ്ങനെ രസിക്കാൻ പറ്റും. ഇത്രയും വയലന്റ് ആൻഡ് ബ്രൂട്ടൽ ആക്ഷൻ രംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പടം 18+ ആണെന്ന് ഓർക്കുക. അല്ലാതെ ന്യൂഡിറ്റി, സെക്ഷൽ കണ്ടന്റ് അങ്ങനെയൊന്നും പടത്തിലില്ല. കൊറിയൻ ലാലേട്ടൻ ഡോൺലി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണ ഘടകം എന്ന് പറയാം. പുള്ളിയുടെ തനത് ശൈലിയായ കുറച്ച് ബ്ലാക്ക് കോമഡി ഒക്കെ കലർത്തി കിടിലൻ ആക്ഷൻ ചെയ്യുന്ന ആ ഒരു സംഭവം ഈ പടത്തിലും ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ചോയ് ആയിട്ട് വന്ന പയ്യനും കൊള്ളാം, നായിക അതുപോലെ തന്നെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ഹീറോയിനായിട്ട് വന്ന രണ്ടാമത്തെ നടിയുടെ ആക്ഷനുകളും സൂപ്പർ ആയിരുന്നു. പടത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം പക്കയാണ്. VFXും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ അനുഭവപ്പെട്ടു. ഇനി പടത്തിന്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ കൊറിയൻ ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണുന്നവർക്ക് ഇതത്ര വലിയ പുതുമയുള്ളൊരു പ്രമേയമൊന്നുമല്ല എന്ന് തന്നെ പറയാം. ഒരു ടെംപ്ലേറ്റഡ് സ്റ്റോറി ലൈനാണ്, വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയുമാണ് സിനിമയ്ക്കുള്ളത്. പക്ഷേ ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സംഭവങ്ങളൊക്കെ വരുമ്പോൾ പടം അല്പം വെറൈറ്റി ആകുന്നു. ഒപ്പം കിടിലൻ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറി എന്താണ് എന്നുള്ളതൊന്നും വൃത്തിയായിട്ട് എഴുതിയതായിട്ടൊന്നും അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നമുക്ക് ഇമോഷണലി ഒന്നും കണക്ട് ചെയ്യാൻ സാധിക്കുകയുമില്ല. സോ ആക്ഷനൊപ്പം നല്ല സ്റ്റോറിയും നല്ല വെൽ റിട്ടൺ ക്യാരക്ടേഴ്സും ഒക്കെ വേണമെന്നുള്ളവർക്ക് പടം കുറച്ച് നിരാശ സമ്മാനിച്ചേക്കാം. ജസ്റ്റ് ആക്ഷൻ മാത്രം മതി എന്നുള്ളവർക്കും ഡോൺലി ഫാൻസിനും ഒരു ടൈം പാസിന് വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ സിനിമയാണിത്. അങ്ങനെ നോക്കുമ്പോൾ ചുരുക്കത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ചബിൾ ആക്ഷൻ ത്രില്ലർ അനുഭവമായിരുന്നു ബാഡ്ലാൻഡ് ഹണ്ടേഴ്സ് എന്ന് പറയാം. ഞാൻ ഇതിന് 3/5 റേറ്റിംഗ് നൽകും. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഈ പടം ഒന്ന് കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ പടം ഡയറക്റ്റ് OTT ആയിട്ടാണ് റിലീസ് ആയിട്ടുള്ളത്. സൗത്ത് കൊറിയൻ ആണ് ഒറിജിനൽ ലാംഗ്വേജ്. നിങ്ങൾക്കിത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും അവൈലബിൾ ആണ്.